എപ്പോഴാണ് ഈ തീരുമാനം എടുത്തത് എന്നുള്ള സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്ക് നഗരസഭയുടെ ജനപ്രതിനിധികളിൽ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. കൃഷ്ണാസി, പലപ്പോഴും ഈ കോൺഗ്രസ്സുകാരുടെ ആരോപണമായിട്ട് പറഞ്ഞത് ഇത് രഹസ്യമായിട്ട് വെച്ചു, കൗൺസിലടക്കം ഈ പേരിന്റെ കാര്യം ചർച്ച. കോൺഗ്രസ്സുകാർക്ക് ഈ പറയുന്ന അവരവിടെ കൗൺസിലിൽ വന്നിട്ടിരുന്ന് ചായ കുടിക്കണു, പരിപ്പോട് കഴിക്കണമെന്നല്ല, അവിടെ എന്താ നടക്കുന്നത് അവർക്ക് ഒരു ഐഡിയ ഇല്ല. 6 മാസം മുമ്പ് തന്നെ ഇത്തരത്തിലൊരു ഭിന്നശേഷി സെൻറ്റർ ആരംഭിക്കാൻ പോകുന്നു എന്നും അതിന് CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് ഓഷ്യാനസ് ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നും എല്ലാ തീരുമാനങ്ങളും എടുത്ത് ഇതിന് നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇതെല്ലാ സ്ഥലവും പരിശോധിച്ച് സർവേ വിഭാഗം അളന്ന് തിട്ടപ്പെടുത്തി ഇതിൻ്റെ പെർമിറ്റ് നൽകി എല്ലാ നിയമവശങ്ങളും കഴിഞ്ഞ ശേഷമാണ് ഉദ്ഘാടനം വെച്ചിരിക്കുന്നത്. ചെയർപേഴ്സന്റെ മുൻകൂർ അനുമതി കിട്ടിയിട്ടുണ്ട്. അതിന് ചെയർപേഴ്സണ് ഇത്തരത്തിൽ മുൻകൂർ അനുമതി കൊടുക്കാനുള്ള അവകാശമുണ്ട്. ഭരണസമിതിക്ക് ചില അവകാശങ്ങളുണ്ട്. എല്ലാം കൗൺസിലിൻ്റെ തീരുമാനം നേരത്തെ തന്നെ വേണം നിർബന്ധമില്ല, അത് റാറ്റിഫൈ ചെയ്താൽ മതി. 28 കൗൺസിലർമാരുള്ള BJP ഭരിക്കാനിരിക്കുന്നത് വെറുതെയല്ല. 87 നഗരസഭകളിൽ ഈ നഗരസഭയ്ക്ക് കേരള CPM ഭരിക്കുന്ന കേരള സർക്കാർ 1ാം സ്ഥാനം തന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെയല്ല, കഠിന പ്രയത്നം കൊണ്ടാണ്. ഭിന്നശേഷിക്കാരായ ആളുകളുടെ കുടുംബത്തിന് വേണ്ടി, ആ മക്കൾക്ക് വേണ്ടി ഈ സ്ഥാപനം ഇവിടെ ഉയരും. അത് ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേരിലായിരിക്കും എന്ന് ഒരു സംശയവും ആർക്കും വേണ്ട. ഇതിൽ കുത്തിത്തിരിപ്പുമായിട്ട് വരുന്ന ആളുകൾക്ക് അവരെ ഞങ്ങൾ കൂട്ടാക്കാൻ പോകുന്നില്ല. അവരവിടെ എന്ത് വേണമെങ്കിലും അവർ പറഞ്ഞോട്ടെ, ഈ സ്ഥാപനം മുന്നോട്ട് പോകും.